ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സൺഡേ ഞാനിന്ന് അമ്പലത്തിലും പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക, എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ പോകാൻ പോകുന്നത് ചൊവ്വ ശിവക്ഷേത്രത്തിലാണ്. അപ്പോൾ അത് നല്ല ഫേമസ് ആയ ഒരു അമ്പലം തന്നെയല്ലേ, നല്ല വലിയൊരു അമ്പലം തന്നെയാണ്. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ പോകുന്നത്. നമ്മൾ കാറിലല്ല കേട്ടോ പോകുന്നത്, നമ്മൾ ബസ്സിലാണ് ചൊവ്വ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഞാൻ 2 ആഴ്ചത്തോളമായി അമ്പലത്തിലേക്ക് പോയിട്ട്. അപ്പോൾ നമ്മൾ ചൊവ്വ ശിവക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമില്ലേ കാണാൻ അമ്പലം നല്ല വലിയ അമ്പലമായിരുന്നു. നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് നമ്മൾ പുഷ്പാഞ്ജലിയും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിപ്പിക്കാൻ പോയി. പിന്നെ പായസത്തിനും കഴിപ്പിച്ചു കേട്ടോ. നല്ല പാൽപ്പായസം കിട്ടിയിരുന്നു നമുക്ക്. അപ്പോൾ കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, രാവിലെ തന്നെ ആയതുകൊണ്ട് കുറേയൊക്കെ ആളുണ്ടായിരുന്നു. ഈ ഒരു വഴിപാട് വിവരവും ഞാനിതിൽ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്കും അത് ഉപകാരമാകുമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെയാണ് കഴിപ്പിക്കേണ്ടത് ഈ അമ്പലത്തിൽ. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടുത്തെ ഒരുപാട് ചുമർ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അവിടുത്തെ ആ ഒരു സ്വർണ്ണത്തിലുള്ള രൂപം കാണാൻ നല്ല രസമുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ വലിയൊരു ആൽമരം ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് ഫസ്റ്റിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു ആൾക്കാരൊക്കെ നോക്കുമ്പോൾ. ബട്ട് എനിക്കിപ്പോൾ അതില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു സ്റ്റേജ് കണ്ടോ, അമ്പലത്തിലെ സ്റ്റേജാണ്. സരസ്വതിയൊക്കെ അതിൻ്റെ ആ ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ അവിടെ ഒരുപാട് പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പ്രാവുകൾ അവിടെ ചോറിട്ട് കൊടുക്കൂലേ, അതെല്ലാം തിന്നാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവുകൾ. പിന്നെ മഴയായതുകൊണ്ട് തന്നെ മറ്റേ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഗോപുരം ഉണ്ടാവില്ലേ, അതിൻ്റെ മേലെയൊക്കെ ഒരുപാട് പ്രാവുകൾ ഉണ്ടായിരുന്നു. അമ്പലത്തിൽ വന്നാൽ നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ മൈൻഡാണല്ലേ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ. രാവിലെ അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല, ഇപ്പം നോക്കുമ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ കുടയൊക്കെ തുറന്ന്, നമ്മൾ അങ്ങനെ കുട തുറന്നില്ല, എന്നാലും കുറച്ചൊക്കെ നനഞ്ഞു. ഈ അമ്പലത്തിൽ ചൊവ്വ ശിവക്ഷേത്രത്തിൽ എല്ലാവരും വന്നിട്ടുണ്ടോ? നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. നല്ല വലിയൊരു അമ്പലം തന്നെയല്ലേ, ഒരുപാട് നടക്കാനുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മൾ സൈഡിലോട്ടല്ലേ കയറി വന്നത്, ബട്ട് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അതാണ്. പിന്നെ നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങി വന്നു. കുളത്തിൽ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ നീന്താനുണ്ടായിരുന്നു, നീന്തുന്നു, തുള്ളുന്നു, അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നു. നല്ല രസമായിരുന്നു, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ കുളത്തിലേക്ക് പോകുമ്പോൾ താഴോട്ടേക്ക് ഒരുപാട് ഇറങ്ങാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ടോ. കണ്ണൂർ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലായിട്ട് ആ ഒരു ഐ ലവ് കണ്ണൂർ കണ്ടില്ലേ, അത് എനിക്ക് നല്ല ഇഷ്ടമായി. അതുകൊണ്ടാണ് അതും കൂടി വീഡിയോയിൽ എടുത്തത്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലെത്തി, കുറച്ച് ഡ്രസ്സസൊക്കെ നോക്കി, പിന്നെ ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ എനിക്കറിയാം നമ്മുടെ ഗേൾസിനൊക്കെ ഭയങ്കരമായിട്ട് ഷോപ്പിംഗ് ഇഷ്ടമാണ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. അപ്പോൾ താഴെ ഷോപ്പിംഗ് ഇഷ്ടമാണ് എന്നുള്ളവർ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ പോയപ്പോൾ ചെരുപ്പും ടോപ്സും ജീൻസും ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് കൂടുതലായും ടോപ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഫ്രൈഡ് റൈസും പിന്നെ അമ്മക്ക് ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. ഈ ഒരു സ്പോട്ട് പറയുന്നത് കണിയാർവയലാണ്. നിങ്ങൾക്കറിയാം, ഞാൻ പണ്ടത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഹോട്ടലിനെ പറ്റി. കണിയാർവയലിൽ വളവിനുള്ളൊരു ഹോട്ടലാണ്. എനിക്ക് ഇവിടുത്തെ ഫുഡ് നല്ലോണം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ഇവിടെയാണ് കഴിക്കാൻ വന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടോ. അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴുള്ള ഒരു പുഴയാണിത്. അപ്പോൾ ആ പുഴയിൽ വെള്ളം എന്ന് പറഞ്ഞാൽ അത്രക്കും വെള്ളമായിരുന്നു, മൊത്തം നിറഞ്ഞിട്ട് ചളി വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീകണ്ഠപുരമാണ് എൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി, നമ്മൾ ഡ്രസ്സസൊക്കെ വാങ്ങിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നെയിൽ പോളിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഐലൈനർ, ലിപ്സ്റ്റിക്ക്, പിന്നെ കുറച്ച് ടോപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിക്കും എനിക്കും പിന്നെ അമ്മക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ലാവൻഡർ കളർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ലാവൻഡർ കളറിലൊരു ടോപ്പ് എടുത്തു കേട്ടോ. ഐ വാസ് സോ ഹാപ്പി.
ഞാൻ എല്ലായ്പ്പോഴും ഡ്രസ്സസൊക്കെ എടുക്കാൻ പോകാറ് സ്റ്റുഡിയോയിൽ തന്നെയാണ്. ബിക്കോസ് അവിടെ അഫോർഡബിൾ പ്രൈസാണ്. നമുക്കെല്ലാം അഫോർഡബിളായിട്ട് എല്ലാം വാങ്ങാൻ പറ്റും. പ്രൊഡക്ട്സും ടോപ്സും ജീൻസും പെർഫ്യൂംസ് ആയാലും ഐലൈനർ ആയാലും പിന്നെ ലിപ്സ്റ്റിക് ആയാലും നെയിൽ പോളിഷ് ആയാലും അഫോർഡബിളാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ, പിന്നെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ആൻഡ് ബൈ.